ആഴ്ച നിങ്ങൾക്ക് കടം തന്ന് സഹായിച്ചവർക്ക്, അതെ, നിങ്ങളുടെ ഇല്ലായ്മയുടെ സമയത്ത് ഓടിപ്പോയി ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ തന്നവർക്ക്, ഉണ്ടായിരുന്നിട്ടും കയ്യിൽ വച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചവർക്ക്, തരണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എന്നാൽ തരുവാൻ ഇല്ലാത്തത് കൊണ്ട് തരാത്തവർക്ക്, തിരികെ കൊടുക്കുവാൻ, അതെ, നീ തിരികെ കൊടുക്കുവാൻ തുടങ്ങും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രേഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നമുക്കൊരുമിച്ച് ഇങ്ങനെ സന്തോഷിക്കുവാൻ അവസരം നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിലും അവിധത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന സമയങ്ങൾ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സന്തോഷത്തിൻ്റേതുമായി തീരുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ, ആരോടൊന്നോ, ബ്രദർ, സിസ്റ്റർ, നിങ്ങളോട് പറയുവാൻ ഒരുപാട് കൈനീട്ടി വാങ്ങിച്ചു, പലരോടും, പ്രിയപ്പെട്ടവരായും വേണ്ടപ്പെട്ടവരായും നാട്ടുകാരായും. പക്ഷേ ഇപ്പോൾ നിൻ്റെ ആവശ്യത്തിന് നീ വാങ്ങി അവർക്ക് തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല. വലിയ ബാധ്യതയായി വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. പലരോടും അയ്യോ പറയണ്ടല്ലേ, നിന്നോട് പറയുവാനാ എൻ്റെ കർത്താവ് പറഞ്ഞേ, ഈ ആഴ്ചയിൽ നീ തിരികെ കൊടുക്കുവാൻ പോവുക. ആമേൻ. ഒപ്പം ഇനി നീ വാങ്ങത്തില്ല, കൊടുക്കും. റെഡിയാണോ? പ്രാർത്ഥനയോടെ കൂടെ കൂടിക്കോ. ഇത് നീ തിരികെ കൊടുത്തു തുടങ്ങുന്ന പുതിയൊരു സീസണിൻ്റെ തുടക്കം. മനുഷ്യരാൽ, മാനുഷികമായി, നോ, ദൈവത്താൽ നീ തിരികെ കൊടുത്തു തുടങ്ങുന്ന പുതിയൊരു സീസണിൻ്റെ തുടക്കം. ഈ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്കൂ, 2 കാര്യങ്ങൾ പ്രസ്തുത വാക്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, കടം വീട്ടുവാനുള്ളത്. അതെ, പരാതി പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ തന്നില്ലേ, അവർക്ക് തിരികെ കൊടുക്കുവാനുള്ളത്. സഹോദരി, ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടമത, ഒന്നും നോക്കാതെ കാതിലും കഴുത്തിലും കിടന്നത് ഊരി തന്നതാണ്. ഇപ്പോൾ അവർക്കൊരാവശ്യം വന്നപ്പോൾ തിരികെ കൊടുക്കുവാൻ പറ്റുന്നില്ല, അവരോട് മറുപടി പറയുവാൻ കഴിയുന്നില്ല, അവരുടെ മുഖത്ത് നോക്കുവാൻ കഴിയുന്നില്ല. അയ്യോ, ഇതിലും ഭേദം മരിക്കുന്നതാണെന്ന് ചിന്തിച്ച് നീ ആയിരിക്കുക. കേൾക്ക്, അവർ കലങ്ങിപ്പോകാതെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. അതെ, ആ ശൂന്യമായ നിൻ്റെ കരങ്ങളിൽ എൻ്റെ കർത്താവ് വേണ്ടത് തന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ അത് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. ആമേൻ. പലരും അവരോട് പറയുന്നുണ്ട്, അവർ പലപ്പോഴും വയലൻ്റ് ആകുന്നുണ്ട്, പലപ്പോഴും സങ്കടമാണ് അവർക്ക്, ഇല്ലേ? അവരോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും തിരികെ കൊടുക്കത്തില്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല. ലോകം പറയുന്നുണ്ട്, എന്താ പാസ്റ്റർ, എനിക്കും തോന്നുന്നു എന്നെക്കൊണ്ട് പറ്റത്തില്ല. നോ, നീ തിരികെ കൊടുക്കും. ഒന്നും നോക്കാതെ, മുൻപിൽ നോക്കാതെ നിനക്ക് തന്നവർക്ക് നീ തിരികെ കൊടുക്കുവാൻ പോകുക. ഈ ആഴ്ച നീ ഇന്നലകളിൽ കൈനീട്ടി വാങ്ങിയത് തിരികെ കൊടുക്കുവാൻ, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ബ്രദർ, ഒന്നും നോക്കാതെ അവർ തന്നതാ. അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്നത്. നിൻ്റെ ആവശ്യം അവരുടേതിലും വലുതായതുകൊണ്ട്, നിൻ്റെ ആവശ്യം വളരെ പെട്ടെന്നുള്ളതായതുകൊണ്ട് ഒന്നും നോക്കാതെ എടുത്ത് തന്നതാണ്. ഇപ്പോൾ തിരികെ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ളത്, വീടിൻ്റെ പണിക്കുള്ളത്, ലോൺ അടയ്ക്കുവാനുള്ളത്. പക്ഷെ തിരികെ കൊടുക്കുവാനില്ല. എനിക്കറിയത്തില്ല പാസ്റ്റർ, എങ്ങനെ അവരോട് സംസാരിക്കും? അല്ലേ, ആ രാജ്യത്ത് നിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാ. അവിടെ നിനക്ക് ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, നാട്ടുകാരില്ല, ആരുമില്ല. ഈ പറഞ്ഞ കുറച്ചു പേരാ, സഹോദരങ്ങളെപ്പോലെ, ബന്ധുക്കളെപ്പോലെ.
ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നിങ്ങൾ കഴിയുന്നതാ. എനിക്കിത് തിരികെ കൊടുക്കുവാൻ കഴിയില്ലെങ്കിൽ ആ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ? നീ ഭയന്നായിരിക്കുന്നു. കേൾക്ക്, ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാൻ എന്നോട് പറയുന്നു. ഈ ബാധ്യത മുഖാന്തരം, അതെ, നീ ഇന്നായിരിക്കുന്ന ഈ കടം മുഖാന്തരം നിൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ തരിക. ആമേൻ. സ്തോത്രം. കർത്താവ് പറയുന്നേ, തടഞ്ഞു വയ്ക്കപ്പെട്ട ചില ഫണ്ടുകൾ റിലീസാവുക. അവൻ നിനക്ക് കിട്ടുവാനുള്ളത്, അത് കിട്ടാത്തത് കൊണ്ടാണ് നീ കടം വാങ്ങേണ്ടി വന്നത്. ചില നിനക്ക് കിട്ടുവാനുള്ളത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആ ഫണ്ട് റിലീസാകുവാൻ പോവുക. ഇപ്പോൾ നിനക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല, കാരണം ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് അത് എപ്പോൾ കിട്ടുമെന്നറിയത്തില്ല. ആ ധാരണയില്ലാത്ത ആ ഫണ്ട് നിൻ്റെ കരങ്ങളിലെത്തുക. ഓ അമേൻ, താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അമേൻ. അപ്പോൾ കടം വാങ്ങിയവർക്ക് തിരികെ കൊടുക്കുക, അതൊരു വലിയ ടാസ്ക്കാണ്. ആമേൻ. കടം വാങ്ങുന്നതല്ല പ്രശ്നം, തിരികെ കൊടുക്കുന്നതാ പ്രശ്നം. സ്തോത്രം. കടം വാങ്ങിപ്പിക്കാനും വാങ്ങുവാനുള്ള വഴി പറഞ്ഞു തരാനും 100 അല്ല 1000 കാണും ചുറ്റും. പക്ഷെ കൊടുക്കുവാൻ, നിങ്ങളെ പ്രാപ്തരാക്കുവാൻ, വാങ്ങുവാൻ വഴി പറഞ്ഞു തന്ന ഒരൊറ്റ എണ്ണം കാണത്തില്ല. പക്ഷേ എൻ്റെ കർത്താവുണ്ട്. നീ വാങ്ങിപ്പോയത് തിരികെ കൊടുത്ത് നീ ഇന്നായിരിക്കുന്ന വലിയ ഭാരത്തിൽ നിന്ന്, അതൊരു വലിയ ഭാരമാണ്. പലപ്പോഴും നെഞ്ചുവേദന എടുക്കുക നിന്നോട് സഹോദര. പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകും, ഞാൻ മരിച്ചു പോകും. സഹോദരി, അങ്ങനെയല്ലേ? പലപ്പോഴും വല്ലാത്ത ഭാരമാണ്. ഹാർട്ട് അറ്റാക്കാണോ? ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. കേൾക്ക്, ആ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ തന്ന് മാനിക്കുവാൻ പോകുക. ആമേൻ. അപ്പോൾ കടം വാങ്ങിയത് കൊടുക്കുവാൻ, ആ ബിസിനസ് ആവശ്യത്തിന് വിചാരിച്ചതുപോലെ റിട്ടേൺസ് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് നീ വലിയ കടക്കാരനായി. അത് മുഖാന്തരം വലിയ പ്രശ്നം, ഭയങ്കരമായ പ്രഷർ നിൻ്റെ മേലുണ്ട്. ആ പ്രഷർ റിലീസാകുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. യെസ്, അമേൻ. ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബിസിനസ്സുമായി, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ്സുകൾ തൊട്ട് ചെറിയ ചെറിയ കടകൾ വരെ, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാങ്ങിയ കടങ്ങൾ, ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ബാങ്കുകളിൽ നിന്നെടുത്ത കടങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന്, ബാങ്കുകളിൽ നിന്നെടുത്ത കടങ്ങൾ, ഈ മറ്റു ചില മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത ലോണുകൾ, വലിയ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നെടുത്ത വലിയ വായ്പകൾ, തിരിച്ചടവ് മുടങ്ങി വലിയ പ്രശ്നത്തിലായിരിക്കുന്ന ബിസിനസ്സുകൾ ചെയ്യുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ചില പുതിയ വഴികളെ നിങ്ങൾക്ക് തുറന്നു തരിക. ഓ താങ്ക് യു ലോർഡ്. എവിടെ നിന്ന് തോന്നുന്നു, പാസ്റ്റർ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ, ഒരു വഴിയും ഇനി ഇല്ല. അതാണ് സങ്കടം. വഴി ഏതാണെന്ന് പറഞ്ഞു തരാം. നോക്കൂ, അവിടെ ഒന്നാമത്തേത് കടം തീർത്തു. 2, പിന്നെ കടം വാങ്ങാതെ ഉപജീവനം കഴിക്കുവാനുള്ളതുണ്ടായി. ഓ താങ്ക് ലോർഡ്. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ആമേൻ. കടം തീർന്നാൽ മാത്രം പോരാ. ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയല്ലേ? ഒരിടത്തു നിന്ന് കടം വാങ്ങിച്ച് അടുത്ത ആളിന് കൊടുക്കും. അപ്പോൾ വീണ്ടും കടക്കാരൻ തന്നെ, ഫലത്തിൽ നീ കടക്കാരൻ തന്നെയാണ്. ഒരാളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്ഥിതി തുടർന്നാൽ പറ്റത്തില്ല സഹോദര. ഇനിയും അങ്ങനെ അവരിൽ നിന്ന് കടം വാങ്ങിച്ച് മറിച്ച് റോൾ ചെയ്ത് ഒരിക്കൽ വിദേശത്തു നിന്ന് വാങ്ങും, അടുത്ത ഭാര്യ നാട്ടിൽ നിന്ന് വാങ്ങും. ഇങ്ങനെ റോൾ ചെയ്തുള്ള പരിപാടി നോ. കർത്താവ് പറയാ, ഇനി കടം വാങ്ങാതിരിക്കുവാൻ, ഇപ്പോൾ വാങ്ങിയ കടം തിരികെ കൊടുക്കുവാനും ഇനി വാങ്ങാതിരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ജോലിയും കർത്താവ് നിനക്ക് തരിക. പ്രാർത്ഥിച്ചത് അങ്ങ് സഹോദരി അവിടെ ഇനി കടം വാങ്ങാതിരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ജോലി എൻ്റെ കർത്താവ് തരിക. യെസ്, നിന്റെ വരുമാന മേഖലയിൽ ചില പുതിയ ഉറവകളെ എൻ്റെ കർത്താവ് തുറന്നു തരിക. ഓ മേൻ അമേൻ. ചില വരുമാന മാർഗങ്ങളെ ആഡ് ഓൺ ചെയ്ത് തരിക. അമേൻ. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് ഒരു വരുമാന മാർഗമുണ്ട്, നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള പ്രധാന വരുമാന മാർഗം, പ്രധാന ഇൻകം സോഴ്സ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, മറ്റു ചില വരുമാന മാർഗങ്ങളെ ആഡ് ഓൺ ചെയ്തു തരുവാൻ പോകുന്നു. യെസ്, ഇതാരോടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതേക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ വരുമാനമേ ഉള്ളൂ, ഈ വരുമാനം കൊണ്ട് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ ഈ വരുമാന മേഖലയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു വല്ലാത്ത ഉത്കണ്ഠയാണ്. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരൊറ്റ പ്രൈമറി വരുമാനം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ വരുമാനം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോ. അപ്പോൾ പുതിയ മേഖലകൾ,
ഇൻകം ഉണ്ടാകുന്ന പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്നു ചില പുതിയ മേഖലകൾ നിങ്ങളുടെ വരുമാന മേഖലയോട് ആഡ് ഓൺ ചെയ്യുവാൻ പോകുക. മീൻസ് റെൻറ്റ് പോലെ, യെസ്, ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കും. റെൻറ്റ് പോലെ ചില പുതിയ വരുമാനങ്ങൾ നിന്നിലേക്ക് വരുവാൻ പോകുക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മനസ്സിലായല്ലോ? അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ചിലത് ഈ ദിവസങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. അവൻ പുതിയ വരുമാനങ്ങൾ ഒരു ആളിൻ്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ചില ഭവനങ്ങൾക്കകത്ത് പുതിയ വരുമാനങ്ങൾ ആഡ് ഓൺ ചെയ്യുവാൻ പോകുക. സഹോദരി, നിന്നെക്കുറിച്ചാണ്. നിനക്ക് കർത്താവ് ജോലി തരുവാൻ പോകുക. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ ഭർത്താവിന് ജോലി കിട്ടി, നീ ഹാപ്പിയാണ്. പക്ഷേ കർത്താവ് പറയുന്നു ആ ഒരു വരുമാനത്തെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോകുക. നീയും ജോലിക്കാരിയായി മാറുവാൻ പോകുക. യെസ്, സ്തോത്രം. പാസ്റ്റർ, ഒരുപാട് കാലം ഗ്യാപ്പ് വന്നല്ലോ. നോ, അതൊക്കെ ലോകത്തിനാണ്, എൻ്റെ കർത്താവിനല്ല. വരുമാന മേഖലകൾ, സ്തോത്രം, സ്പെഷ്യലായിട്ടുള്ള, ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെ, നിങ്ങൾ കൺവെൻഷനലായിട്ട് ചെയ്തു വരുന്ന തൊഴിൽ അല്ലെങ്കിൽ അറിയുന്ന തൊഴിൽ അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ചില തൊഴിലുകൾ, യെസ്, ചെറിയ ബിസിനസ് പോലെ, അതാ കർത്താവ് പറയുന്നത്. റെഡിയാണോ? ദൂത് ഏറ്റെടുക്കുവാൻ റെഡിയാണോ? യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ഉപജീവന മേഖലയിൽ ജോലിയുണ്ട്, കടവുണ്ട്, കിട്ടുന്നത് കൊണ്ട് കടം തീർക്കുന്നു, ഇങ്ങനെ പോകുന്നു, ഒരു ഉയർച്ചയില്ല. അപ്പോൾ അടുത്തൊരു രാജ്യത്തേക്ക് വരുമാന മേഖലയിൽ ഒരു വലിയ വർധനവുണ്ടാകുവാൻ വേണ്ടി അടുത്ത രാജ്യത്തേക്ക് എൻ്റെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങുക. അടുത്തൊരു രാജ്യം, അടുത്ത് എന്ന് ചിന്തിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്തൊരു രാജ്യത്തേക്ക്. പ്രിയ സിസ്റ്റർ, പ്രിയ ബ്രദർ, അടുത്തൊരു രാജ്യത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുപോകുവാൻ പോകുക. ഓ ഷബറിതല മാഷകനെ, മക്കളിലൂടെ. ബ്രദർ, നീ ഒറ്റയ്ക്ക് ഭാരം വലിച്ച് മടുത്തു അല്ലേ? എത്ര കാലമായി? നന്നേ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. നിൻ്റെ അധ്വാനത്തിന് ഒരു താൽക്കാലിക ശമനം. താൽക്കാലികമെന്ന് പറയുമ്പോൾ പാസ്റ്റർ, സ്ഥിരമായ വിശ്രമം, അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നേ. ഉള്ള കാലത്തോളം അധ്വാനിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കി തരും, ആരോഗ്യത്തോടെ, കൃപയോടെ. അതൊരു ഭയങ്കര ഗ്രേസാണ്, കൃപയാണ്. ആമേൻ. പക്ഷേ ഭവനത്തിനകത്ത് മക്കളിലൂടെ നീ വീട്ടിൽ കൊണ്ടിരുന്ന കടങ്ങൾ, ബാധ്യതകൾ തീർക്കുവാൻ മക്കളുടെ വരുമാനം വന്നു ചേരും. യെസ്, ആ വരുമാനം ബ്ലോക്കായി നിൽക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. വരുമാനമുണ്ട് പാസ്റ്റർ, മക്കൾക്ക് ജോലിയുണ്ട്, പക്ഷേ അവരൊന്നും ചെയ്യത്തില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ചു, അവർക്ക് വേണ്ടി എടുത്ത ബാധ്യതകൾ, പക്ഷേ അവരത് വീട്ടുവാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നോ, ആ ബാധ്യതകൾ തീർക്കുവാൻ കർത്താവ് അവരിലൂടെ, ഓ യെസ്, ആ നന്മകളെ നിന്നിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു തരുവാൻ പോവുക. അമ്മേൻ. അപ്പോൾ എണ്ണ വിറ്റ് ഉപജീവിച്ചു കൊള്ളുക. ഇനി കടം വാങ്ങാതിരിക്കുവാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കടം തീരുന്നു. രണ്ട്, ഇനി കടം വാങ്ങാതിരിക്കുവാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? റെഡിയാണോ ആ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും? പലപ്പോഴും ഈ വിധത്തിൽ ദൂതുകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രവചന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പലരും എക്സൈറ്റഡ് ആകും. ഓ കൊള്ളാം, ഭയങ്കര സംഭവമാണ്. പക്ഷേ പലർക്കും അറിയത്തില്ല ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രിയരെ, കാര്യം സിമ്പിളാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ അല്ലാതെ അത് സാധ്യമാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കൊരു ഉപവാസത്തിന് സാധ്യതയില്ലല്ലോ. ഉണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാനും, നിങ്ങളുടെ സ്ഥലം, സാഹചര്യം, സമയം, അവസ്ഥ ഇതൊന്നും നോക്കണ്ട, ഞങ്ങൾക്ക് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം, നമുക്ക് പ്രാപിക്കാം. അപ്പോൾ പ്രാർത്ഥന ഉപവാസവുമാണ് പ്രാപിക്കുന്നവരാക്കി നമ്മെ മാറ്റുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന ഉപവാസം കൂടിയേ തീരത്തുള്ളൂ. നോക്കൂ, ആ കടം കൊടുക്കുവാനും കടമില്ലാതെ ജീവിക്കുവാനും ദൈവം ഒരു സഹോദരിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച പ്രവൃത്തിയാണ് നമ്മുടെ പ്രവചന ദൂത്. അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ അല്പമായി ധ്യാനിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. നോക്കൂ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആണ് ഈ സംഭവം, ഈ ചരിത്ര സംഭവം, വലിയ സാക്ഷ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവിടെ ചില കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായും, അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൻ്റെ ഒരു പ്രത്യേകത, കടം കയറി മുടിഞ്ഞ വീട്. അത് തന്നെ നിങ്ങളുടെ വീടിനെ കുറിച്ച് തന്നെ. അയ്യോ, കടമല്ലാതെ ഒന്നുമില്ല, എല്ലാത്തിനും അവിടെ കുറവാണ്. ആഹാരത്തിന് കുറവാണ്, എല്ലാത്തിനും കുറവാണ്.
സന്തോഷത്തിന് കുറവാണ്, സമാധാനത്തിന് കുറവാണ്. പക്ഷെ കുറവില്ലാതെ കൂടുതലുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, കടം മാത്രം. അതൊരിക്കലും കുറയത്തില്ല എന്നതിൽ അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ചില വ്യക്തികൾ കടക്കാരായിരിക്കില്ല, കടത്തിൽ കുരുങ്ങിക്കിടക്കുക. അയ്യോ, അതാണ് വലിയ പ്രശ്നം. ഇപ്പോൾ ആരെങ്കിലും സഹായിച്ച് കടം തീർത്താലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ കിടക്കുന്ന ചിലരെ, കടത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലരെ കർത്താവ് ആ കുരുക്കഴിച്ച്, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അഴിച്ചെടുക്കാൻ പറ്റാത്ത, നിങ്ങൾ ശ്രമിക്കും തോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക. നമ്മളെങ്ങനെയാണ് കുരുക്കഴിച്ചെടുക്കുവാൻ, കടമെന്ന കുരുക്കഴിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? 1 ലക്ഷത്തിൻ്റെ കടമെന്ന കുരുക്കഴിക്കാനായിട്ട് 2 ലക്ഷത്തിൻ്റെ വേറെ കടം വാങ്ങി 1 ലക്ഷത്തിൻ്റെ കുരുക്കഴിച്ചിട്ട് 2 ലക്ഷത്തിൻ്റെ കുരുക്കിനകത്തോട്ട് പോയി നിൽക്കും. ആ കുരുക്കഴിക്കാൻ വേണ്ടി 3 ലക്ഷത്തിൻ്റെ കടം, അതല്ലേ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ അല്ലാതെ കർത്താവ് ആ കുരുക്കിനെ അഴിച്ചെടുക്കുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങ്, കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക്. നീ വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ആ കടം, അതിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഓ അമ്മേൻ, സ്തോത്രം. നോക്കൂ, അപ്പോൾ വീട്, കടം കയറിയ ഒരു വീട്, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോവുക. അമ്മേൻ. ഇനി സന്തോഷത്തിന് കൂടുതലുണ്ടാകും, ധാരാളം നന്മകളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും. പക്ഷേ കടം കൂടുതൽ കാണത്തില്ല. ഓ ത്യാഗിലോടെ യേശുവിൻ നാമത്തിൽ. യേശുവുള്ള ഭവനത്തിനകത്ത് കടം കാണത്തില്ല, അവിടെ സമൃദ്ധി കാണും. സ്തോത്രം. നോക്കൂ, തീർന്നില്ല. 2, വലിയ ബാധ്യതയിലായ സഹോദരി. കടം കയറിയ വീട്, അവിടെ വലിയ ബാധ്യതയിലായ ഒരു സഹോദരി. ആ സഹോദരിയുടെ ബാധ്യതയുടെ വലിപ്പം അവളൊരു വിധവയാണെന്ന് പറഞ്ഞ് എഴുത്തുകാരൻ സമർത്ഥിക്കുകയാണ്. അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് ആ ഭാരം വഹിക്കുവാനുള്ളത്. അതൊരു കഷ്ടം. അങ്ങനെ ഒറ്റയ്ക്ക് ഈ കടം വഹിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന ചില സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ വിധവയല്ല, ഞാനത് പറയാം. ഭർത്താവൊക്കെ ഉണ്ട്, പക്ഷേ കടം വാങ്ങുന്ന സമയത്ത് ഭർത്താവ് കാണും, മക്കളും ഓക്കെ. പക്ഷേ കടം കൊടുക്കുന്ന സമയമാകുമ്പോൾ ഭർത്താവില്ല, മക്കളുമില്ല. സഹോദരി, നീ തനിച്ച് കരയുക. കേൾക്ക്, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകും. ഓ അമേൻ. അപ്പോൾ ഇവൾ വിധവയായതുകൊണ്ട് തന്നെ ഇവൾക്ക് സാധ്യതകളില്ല ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ. സാധ്യതകളില്ലാത്ത ചിലർ കടം കയറി മുടിഞ്ഞ വീട്, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഇനി തീർന്നു. ഓ, ആ അവസ്ഥയിലായ ചിലർ. ആ ഭവനത്തിൻ്റെ പ്രത്യേകത, മക്കൾ കടക്കാരാൽ പിടിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ആ ഭവനത്തിൻ്റെ തൽസ്ഥിതി. അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ. ഈ ബാധ്യതയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുടുംബങ്ങൾ പിടിക്കപ്പെടും. ഒത്തിരി കടമാകുമ്പോൾ സഹോദരൻ, നിൻ്റെ ഫാമിലി ലൈഫിൽ പോലും സംഭവിച്ചത് അതാണ്. യെസ്, നീ കരയുക, പ്രാർത്ഥിച്ചു തുടങ്ങുക. സഹോദരി, പ്രാർത്ഥിക്കുക. അങ്ങനെ ഒന്ന് നീ ഭയപ്പെടുന്ന ഒന്ന് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ, സാമ്പത്തികമായ ചില ഇടപാടുകളെ തുടർന്ന് ചില ചൂഷണങ്ങൾ, അത് മുഖാന്തരം നീ പൊന്നുപോലെ കൊണ്ട് നടന്ന നിൻ്റെ കുടുംബജീവിതം, അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ സകലത്തെയും ഈ പകൽ കർത്താവ് ക്യാൻസൽ ചെയ്യുക. ഓ താങ്ക് യു ലോർഡ്. കടം മുഖാന്തരം അമ്മ നോക്കൂ, ഇവിടെ തലമുറകൾ ബാധിക്കപ്പെടുന്നു. ഇങ്ങനെ പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വരുന്നു, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു, അവരെത്തേണ്ട സ്ഥാനത്ത്, സ്വപ്നം കണ്ട സ്ഥാനത്ത് എത്തുവാൻ പറ്റുന്നില്ല, വിവാഹം മുടങ്ങുന്നു, പല കാര്യങ്ങളും. അവൻ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു. അയ്യോ, ചേർത്ത് വെച്ചതെല്ലാം കൂട്ടി, കടം വാങ്ങിച്ചതെല്ലാം കൂടെ ഇട്ട് ലോണും എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ലോൺ മാത്രമേ പുറത്തുള്ളൂ, കടം വാങ്ങിയതൊക്കെ അങ്ങനെ നിപ്പുണ്ട്, ചേർത്ത് വെച്ചതെല്ലാം പോകും. വല്ലാത്ത സങ്കടമാണ്. കേൾക്ക്, ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിൻ്റെ ഭവനം ജപ്തിയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ കഷ്ടപ്പെട്ടത്, നീ സ്വപ്നം കണ്ടത്, നീ അധ്വാനിച്ചത്, നീയും നിൻ്റെ ഭർത്താവും നിൻ്റെ കുടുംബവും ഒരുമിച്ച് പാർക്കേണ്ട ആ ഭവനം ജപ്തിയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ജപ്തി നടപടികളെ എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്യുക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഭവനത്തിൻ്റെ മാത്രമല്ല, ചില സ്ഥാപനങ്ങളുടെ ജപ്തി നടപടികളെ കർത്താവ് ക്യാൻസൽ ചെയ്യുക. ചില വാഹനങ്ങളുടെ ജപ്തി നടപടികളെ കർത്താവ് ക്യാൻസൽ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ബാങ്ക് നടപടികളെ കർത്താവ് സ്റ്റോപ്പ് ചെയ്യുക. യെസ്, നീ ഭയപ്പെടുന്ന ആ ബാങ്ക് നടപടി ഉണ്ടാകത്തില്ല. നിന്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒട്ടിച്ച ആ പേപ്പർ നരച്ച് തനിയെ ഇളകിപ്പോകും. എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, നിന്റെ ഭവനത്തിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ജപ്തി നോട്ടീസ് തനിയെ അതിൻ്റെ കളർ മാറി നരച്ച് അത് തനിയെ ഇളകിപ്പോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ ആമേൻ, സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ
മക്കൾ പിടിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. ഒന്ന് കടം കയറി മുടിഞ്ഞ വീട്, അവിടെ കടം വീട്ടുവാൻ ഒരു സാഹചര്യവുമില്ലാതെ വിധവയായ ഒരു സ്ത്രീ, കടം വീട്ടുവാൻ പറ്റാത്തത് കൊണ്ട് മക്കൾ അടിമകളായി പിടിക്കപ്പെടുവാൻ പോകുന്നു, കടക്കാർ വന്ന് അവരെ കൊണ്ടുപോകും, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ സഹോദരി ശരിയായൊരു തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരു തീരുമാനമെടുക്കുവാൻ പോകുന്നത് പോലെ. എന്താണ്? എവിടെ നിന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും? ആമേൻ. നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പരിഹാരം തേടിയ ദൈവസന്നിധിയിൽ. ആ സ്ത്രീയും ദൈവസന്നിധിയിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നേരെ പ്രവാചകൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനേകർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന പലർക്കും തന്നെ ഉറപ്പിച്ചു പറയുവാൻ മടിയുള്ള കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പക്ഷേ എനിക്ക് മടിയില്ല. ഇന്നു മുതൽ നിങ്ങൾക്കും ഉണ്ടാകരുത്. നിങ്ങളുടെ ആവശ്യം അത് എന്ത് തന്നെ ആകട്ടെ, എത്ര വലുതാകട്ടെ, എത്ര ഭയാനകമാകട്ടെ, അതിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ എൻ്റെ യേശു മാത്രം. നിൻ്റെ ഏത് ആവശ്യത്തിനും യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. പണമാണോ വിഷയം? യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. കടഭാരമാണോ വിഷയം? യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസമാണോ, അവരുടെ നല്ല സ്വഭാവമാണോ വിഷയം? യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. മദ്യപാനത്താൽ ആടിയുലയുന്ന കപ്പൽ പോലെ ആയിത്തീർന്ന നിൻ്റെ ഭവനമാണോ വിഷയം? അതിനകത്ത് ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. രോഗമാണോ വിഷയം? ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കി. ഇനിയും ആ രോഗിയായി കടം വാങ്ങി ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് രോഗം ഭേദമാകാതെ പിന്നെയും രോഗിയാകുന്ന അവസ്ഥ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ സഹോദരി കടന്നുപോയി. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവൾക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ പ്രാഗൽഭ്യമുണ്ട്, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ. കാരണം എന്താണ്? ഇവളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നുണ്ട്. അല്ലയോ പ്രവാചകനെ, എലീശയോടാണ്, പ്രവാചകനെ, എൻ്റെ ഭർത്താവ് നിൻ്റെ ശിഷ്യനായിരുന്നു. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തിന് വേണ്ടി നിന്നവനാണ്. അതുകൊണ്ട് ഞാനിതാ നിൻ്റെ അടുക്കൽ വരുന്നു. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഇന്ന് പലർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന ഉറപ്പോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാറില്ല. കാരണം എന്താണ്? ദൈവസന്നിധിയിൽ അങ്ങനെ നിന്നിട്ടില്ല. നീ ദൈവസന്നിധിയിൽ നിന്നിട്ടുള്ളവളാണോ? ദൈവസന്നിധിയിൽ വില കൊടുത്തിട്ടുള്ളവളാണോ? പ്രാർത്ഥിച്ചിട്ടുള്ളവളാണോ? ഉപവസിച്ചിട്ടുള്ളവളാണോ? കർത്താവിൻ്റെ നാമത്തിൽ നീ ചിലവഴിച്ചിട്ടുള്ളവനാണോ? നിൻ്റെ വിഷയങ്ങളുടെ മധ്യത്തിൽ മറ്റെവിടെയും പോകുന്നതിനും ധൈര്യത്തോടെ നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുവാനായിട്ട് കഴിയും. പ്രശ്നങ്ങൾ ഇനിയും വന്നേക്കാം. ഇന്ന് ദൈവസന്നിധിയിൽ വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഏത് വിഷയത്തിനും മധ്യത്തിനും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയും. താങ്ക് യു ലോർഡ്. ആമേൻ. അതൊരു വലിയ കൃപയാണ്, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയുക. ആ സഹോദരിക്ക് ആ കൃപ ലഭിച്ചു, നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ അങ്ങനെ പ്രൈസർ ഫാമിലിക്കൊപ്പം അതിനുള്ള അവസരം ഉണ്ടെന്നേ? സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമുക്ക് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി നമ്മുടെ സഹായം ആ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് മടങ്ങാം. ആമേൻ. 2, ആ സ്ത്രീയോട് ദൈവപുരുഷൻ പറയുന്നത് അവൾ കേൾക്കുവാൻ തയ്യാറാകുന്നു. അനുസരണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള മനസ്സ്, അതാണ് വിടുതലിൻ്റെ ആദ്യത്തെ പടി. ആമേൻ. സ്തോത്രം. അവളോട് ദൈവപുരുഷൻ പറഞ്ഞത്, നീ വീട്ടിൽ പോയി മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്റർ എവിടെ നിന്ന് കൊടുക്കുവാനുള്ളത് കിട്ടും? ആ സ്ത്രീക്കും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരിക്കണം. അവൾ ചോദിച്ചില്ല. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ചോദിച്ച് മെനക്കെടണ്ട. അന്ന് പുതിയൊരു വഴി തുറക്കപ്പെടുകയാണ്. എവിടെ നിന്ന്? ഉയരത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്നൊരു കിളിവാതിൽ, സ്ഥലം പോരാതെ വണ്ണം നൽകുന്ന ഒരു കിളിവാതിൽ അവളുടെ ഭവനത്തിനകത്തേക്ക്, നിൻ്റെ ഭവനത്തിനകത്തേക്ക് അത് തുറക്കുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ. ആ തുറക്കപ്പെട്ട ആ ഉറവയ്ക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞുപോയി. പലർക്കും നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവരുടെ കയ്യിലില്ല. ചുറ്റുപാട് നിന്ന് ഒഴിഞ്ഞ ചരുവങ്ങളെ വാങ്ങിക്കൊണ്ട് വെച്ച് അവർ പ്രാർത്ഥിച്ചു. ആ ചരുവങ്ങളിലൊക്കെ നിറഞ്ഞു. ഒഴിഞ്ഞ ചരുവങ്ങൾ, നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇല്ലാത്ത ഒത്തിരി പേരുടെ ജീവിതത്തിൽ നീ മുഖാന്തരം അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. അർത്ഥാൽ അവർക്ക് നീ കൊടുക്കുവാൻ പോകുന്നു. യെസ്, ആമേൻ. ഈ ദൂത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ദൂതാണ്. ആമേൻ. നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹിച്ചിട്ട് കഴിയാത്ത ഒത്തിരി പേരെ നിങ്ങൾ സഹായിക്കുവാനായി പോകുന്നു. മനസ്സില്ലാത്ത ഒത്തിരി പേരും അവിടെ ഉണ്ടായിരുന്നു കാണും. ഇവൾ ചോദിച്ചിട്ട് കൊടുക്കാൻ മനസ്സില്ലാത്ത അവരെയും ഇവൾ സഹായിക്കുവാൻ പോകുന്നു. അവരുടെ വീട്ടിലെ ശൂന്യതയും ഇവൾ മാറ്റുവാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. വച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരിക. ദൂത് ഏറ്റെടുക്കുവാൻ ധൈര്യമുണ്ടോ?
ആമേൻ. അതൊരു കൃപയാ. ഈ ദൂതൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ വേറെ ലെവലായിരിക്കണം. ആമേൻ. ഇന്നലകളിൽ നോ പറഞ്ഞവർക്ക് കൈനീട്ടി കൊടുക്കുവാൻ, അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ തക്കവണ്ണം, എന്തിന് തരാമെന്ന് പറഞ്ഞവരോട് തരരുതെന്ന് പറഞ്ഞവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ തരിക. പ്രാർത്ഥിച്ചു തുടങ്ങും. ആമേൻ. പിന്നെ മുൻപിൻ നോക്കാതെ നിനക്ക് തന്നവരുണ്ടല്ലോ, നിൻ്റെ അവസ്ഥ അറിഞ്ഞ് നിന്നെ സഹായിച്ചവരുണ്ടല്ലോ. സങ്കടപ്പെടേണ്ട സഹോദരി, നീ കാരണം അവരുടെ മകളുടെ വിവാഹം മുടങ്ങത്തില്ല, ആ കൊച്ചിൻ്റെ പഠനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അവരുടെ വീട്ടിനകത്തൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. തിരിച്ചു കൊടുക്കുവാനുള്ളത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരും. സ്വർഗത്തിൽ നിന്ന് ഒരു ഉറവ തുറക്കുക. വിധവയുടെ ഭവനത്തിനകത്ത്, അടയ്ക്കപ്പെട്ട മുറിക്കകത്ത്, പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഉയരത്തിൽ നിന്നൊരു ഉറവ തുറന്നതുപോലെ നിൻ്റെ ശൂന്യമായ പേഴ്സിലേക്കൊരു ഉറവ, നിൻ്റെ അക്കൗണ്ടിലേക്കൊരു ഉറവ, നിൻ്റെ കരങ്ങളിലേക്ക് ഒരു ഉറവ കൊടുക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ദൈവപുരുഷൻ പറയുക, നീ മക്കളെയും കൂട്ടി മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അല്പം മാത്രം എണ്ണയുള്ള ചരുവം പാത്രം നിറയുവാനായിട്ട് തുടങ്ങും. അപ്പുറവും ഇപ്പുറവുമുള്ള ശൂന്യമായ പാത്രങ്ങൾ നിറയുവാനായിട്ട് തുടങ്ങും. നിൻ്റെ കരങ്ങളിലൂടെ ഒരു നിറവ് എൻ്റെ കർത്താവ് ഒരുക്കുവാൻ പോകുന്നു. എങ്ങനെയെന്നു പ്രൈസർ ഫാമിലിക്കൊപ്പം അതിനവസരമുണ്ട്. പ്രാർത്ഥിച്ചു ഉപവസിച്ച് അവിധത്തിൽ നിറയുവാനും ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാനും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാപിക്കുവാനും വാങ്ങുന്നത് നിർത്തി കൊടുക്കുവാനുള്ള അവസരം ദൈവത്താൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ദൈവവചനത്തിനോടൊപ്പം നിങ്ങൾക്കായിരിക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളനി സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വരിക. വളരെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവിക വിടുതലുകൾ അളവ് കുറയാതെ പ്രാപിച്ചെടുക്കുവാനും നിങ്ങൾക്ക് കർത്താവ് അവസരം നൽകും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അനേകർക്ക് അനുഗ്രഹമാകും വിധത്തിൽ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. എന്നൊക്കെ നടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ബാധ്യതകൾ വാങ്ങിയത് കൊടുക്കുവാൻ കഴിയാതെ നിരാശയിൽ വേദനയിലായിരിക്കുന്നവർ, എങ്ങനെ മുൻപോട്ടൊന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവർ, ഇവർക്ക് വേണ്ടി വിധവയുടെ ഭവനത്തിനകത്ത് തുറന്നൊരു വഴി, ഒരു ഉറവ സ്വർഗം അങ്ങ് തുറക്കണമേ. എല്ലാ ബാധ്യതകളും തീർന്നു പോകട്ടെ. നാട്ടിൽ നിന്ന് വാങ്ങിയ കടങ്ങൾ, ജോലിസ്ഥലത്ത് നിന്ന് വാങ്ങിയ കടങ്ങൾ, പ്രിയപ്പെട്ടവരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന് വാങ്ങിയ കടങ്ങൾ, കടം മുഖാന്തരം ബന്ധങ്ങൾ വിട്ടുപോകുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ഇവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന കോടതി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കോടതി നടപടികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നടപടികൾ ക്യാൻസലാകട്ടെ. ഇവരിലെ രോഗികൾ ട്രീറ്റ്മെൻറ്റിനായി കടം വാങ്ങേണ്ട അവസ്ഥയിലെത്തിയായിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. പൂർണ്ണ വിടുതൽ നൽകി മാനിക്കണമേ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട നന്മകളെ കരങ്ങളിൽ നൽകണമേ. ബാധ്യതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ഉദരഫലങ്ങൾ ജ്വലിക്കട്ടെ. വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചായിരിക്കുന്നവർ സ്വർഗം അങ്ങ് കൂടിയിരിക്കണമേ. നല്ല സ്കോറുകൾ ലഭിക്കട്ടെ. വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ. അങ്ങനെ വലിയ സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. ശുശ്രൂഷകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രാർത്ഥിക്കുക. ഉപവാസങ്ങൾ ക്രമീകരിച്ച് പ്രാപിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പം അതിന് അവസരമുണ്ട്. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന് പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.